ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്താ മാമ്പഴ പുളിശ്ശേരിയാണ് ഗൈസ്. ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുക്ക് ചെയ്യുന്നത് അമ്മയാണ്. 3 മാങ്ങ ആദ്യമേ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട്, വെള്ളത്തിലല്ല, തൊലി കളഞ്ഞ് ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. തോലെന്തിനാ പോക്കിയത്? കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തു. പിന്നെ മുളക് ഇട്ടുണ്ട്, പച്ചമുളക്. പിന്നെന്താ ഇനി കുറച്ച് മുളക് പൊടി ചേർക്കാം. ഗൈസ്, ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ഇത് എന്താവുന്നൊന്നും അറിയില്ല, ഒന്ന് പരീക്ഷണം മാത്രം. പിന്നെ കുറച്ച് ഉപ്പിടാം. കുലുക്കി കൊടുക്കാം. ഗൈസ്, ഇതിനി അടുപ്പത്ത് വെച്ച് വേവിക്കാം. നമുക്ക് വേവിക്കാം. ഇത് വേവട്ടെ ഗൈസ്. കുറച്ച് തേങ്ങ ജീരകം കൂടി നമുക്ക് അരച്ചു ഗൈസ്. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ജീരകം, കുറച്ച് വെള്ളം ജീരകം വെച്ചിട്ട് അടിക്കും. മണം വരുന്നുണ്ട് ഗൈസ്. ഒരു മാങ്ങതാ ചീഞ്ഞു പോയി. ഒരു മാങ്ങ എന്തോ നോക്കി വളർത്തി ഗൈസ്. ശർക്കര ശർക്കര ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി വേവട്ടെ. ഇനി ഇതിലോട്ട് കുറച്ച് തൈര് ഒഴിക്കാം. നാടൻ തൈരാണ്. ഞങ്ങൾക്ക് മധുരം വേണം, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ പാകത്തിന് ഇട്ടാൽ മതി, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. മകളൊരു മധുരപ്രിയ. തിളപ്പിക്കാം. ഇനി നമുക്ക് തേങ്ങ ഇനി ഇത് നമുക്ക് വറുത്തിടാം. പാൻ അടുപ്പത്ത് വയ്ക്കാം. പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കടുക് ചേർത്തു. ഉലുവ പൊട്ടാൻ തുടങ്ങി.
ഇനി നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പിലയുടെ കൂടെ വെള്ളം വെക്കാം. അടച്ചു വയ്ക്കാം. കഴിഞ്ഞേ ഇതിലേക്ക് സർവ് ചെയ്യും. നമുക്ക് സർവ് ചെയ്യാം. അതാണ് പഴുത്ത മാങ്ങ. ഗൈസ് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ഗൈസ്. ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. രുചിച്ച് നോക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്താൽ വലുതല്ലേ? അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യാം. മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. പുളിശ്ശേരി നമ്മുടെ മാങ്ങാക്കറി എല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നന്ദി, നമസ്കാരം. അടുത്ത കറി റെസിപ്പി ആയിട്ട് വരാം ഗൈസ്.